ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ജി സുധാകരൻ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് തന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ എച്ച് സലാമിൻ MLA ആയിരിക്കുന്ന അതേ മണ്ഡലത്തിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചേക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കൊന്നും പോകില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കും. മത്സരിച്ചാൽ അത് കോൺഗ്രസ് അദ്ദേഹത്തെ പിന്താങ്ങും. ഒരുപക്ഷേ ഇനി ചിലപ്പോൾ BJP കൂടി പിന്താങ്ങുമോ എന്നറിയില്ല. കാരണം കോൺഗ്രസും BJP എന്തായാലും ഒരുമിച്ച് പിന്താങ്ങാൻ സാധ്യതയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അത് എത്രത്തോളം വലിയ ഡാമേജ് CPM ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാധാരണ പാർട്ടികളെ പോലെയല്ല CPM എന്നുള്ളത് നമുക്കറിയാം. CPM വലിയ ഡാമേജ് കൺട്രോൾ മെഷറുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ ഏതാണ്ട് പോകും എന്നുള്ളത് CPMന് തന്നെ ഉറപ്പായിരിക്കുന്നു. അങ്ങനെ ഉറപ്പായിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു പാർട്ടി മെമ്പർ പോലും അദ്ദേഹത്തോടൊപ്പം പോകാതിരിക്കാൻ വേണ്ട ജാഗ്രത ഉണ്ടാക്കണം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള നാസർ രാഘവനോട് പാർട്ടി സ്റ്റേറ്റ് സെൻട്രലിൽ നിന്ന് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ അഹോരാത്രം ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി സഖാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ജി സുധാകരൻ നിരവധി ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ കൂടി അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹവും കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കോൺഗ്രസ് ആണെങ്കിൽ ആ മണ്ഡലം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ജി സുധാകരൻ വരികയാണെങ്കിൽ അത് പിടിക്കാൻ കഴിയും എന്നവർക്ക് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഞങ്ങൾ പിന്തുണ നൽകിയേക്കാം, സ്വതന്ത്രനായിട്ട് നിന്നോളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. ജി സുധാകരനെ സംബന്ധിച്ചോളം ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല. ഇത് ഒരു വലിയ ചാൻസ് ആണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹവും കൂടി അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് CPM ഇപ്പം താൽക്കാലികമായി ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇനി ജി സുധാകരൻ ഈ രംഗത്തേക്ക് വരികയാണ്, വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ജി സുധാകരൻ്റെ അനിയനായിട്ടുള്ള ഭുവനേശ്വരനടക്കം അത്തരത്തിലുള്ള ആളുകളെ KSUക്കാർ കൊന്നുകളഞ്ഞതാണ്, അവരുടെ ഒപ്പം പോയിട്ടാണ് ജി സുധാകരൻ ചേർന്നത് എന്നൊക്കെ പറയുന്ന ആരോപണമടക്കമുള്ള നിരവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടാതെ സ്ഥാനമാനങ്ങളോട് അത്യാർത്തിയുള്ള ഒരാളായി ജി സുധാകരനെ ചിത്രീകരിക്കാൻ കൂടിയുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികളിലേക്ക് നീങ്ങുകയാണ് CPM എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് അവർ പലതരത്തിലുള്ള കൃത്യമായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. ക്യാപ്സ്യൂളുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പ്രകാശ് കാരാട്ടിനെ ഇതുപോലെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയിൽ വളരെ ആക്റ്റീവായി തുടരുന്നു. AK ബാലനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ TM തോമസ് ഐസക്കിനെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റു പലരെയും ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയും പാർട്ടിയെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട നാൾ മുതൽ തന്നെ ജി സുധാകരൻ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രസ്താവനകൾ നടത്തുകയുമാണ് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ക്യാമ്പയിന് കൂടി CPM തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ CPM ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല, ഇനി അനുനയത്തിനുമില്ല, പകരം എന്ത് ചെയ്യാം, ഗോദയിൽ വെച്ച് തന്നെ കാണാം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കോൺഗ്രസ് പിന്തുണക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ കൂടി നമ്മൾ പറഞ്ഞുകൊള്ളുമല്ലോ. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളാണെന്നും ഞങ്ങളൊരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ഈ അസംതൃപ്തരായിട്ടുള്ള ആളുകൾക്ക്, CPMൽ നിന്ന് അസംതൃപ്തരായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാമെന്നും അത്തരത്തിലുള്ള ആളുകളെ കൺസോളിഡേറ്റ് ചെയ്യാനും യോജിപ്പിക്കാനും ഒക്കെ തന്നെ ഒരു പ്രതീകമായി ജി സുധാകരനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും അഴിമതി നടത്താത്ത വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള നല്ല കൃത്യമായി ഭരണതലത്തിൽ എഫിഷ്യൻസി പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും CPMൽ സ്ഥാനമില്ലെന്നും ഇതൊരു പുതിയ CPM ആണെന്നും ഇതൊരു എക്സ്ട്രീം റൈറ്റ് വിങ്ങിലേക്ക് നിൽക്കുന്ന CPM ആണെന്നും ഒക്കെയുള്ള പ്രചരണത്തിന് കോൺഗ്രസിന് കൂടി ഒരു കൃത്യമായ സാധ്യതകൾ തുറന്നിടുന്ന ഒരു മാറ്റമായിരിക്കും ഇത്. യഥാർത്ഥത്തിൽ VD സതീശൻ പറഞ്ഞിട്ടുള്ള വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയമായി മാറാൻ ജി സുധാകരൻ ഒരുങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ അദ്ദേഹവുമായിട്ട് പലതവണ ഫോണിലും അല്ലാതെ നേരിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അസംതൃപ്തിയൊക്കെ അദ്ദേഹം പലപ്പോഴും നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോവുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കരിയർ ബിൽഡ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. കാരണം CPMൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ MLA ആയിട്ട് മത്സരിക്കാൻ അവസരമോ ഒന്നും കിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് MLA ആയിട്ട് ഇത്തവണ മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. ചാൻസ് കെടുത്താൽ പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുമെന്ന് കൂടി പറഞ്ഞിരുന്നു. ഇത്തവണയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്ന പ്രതീക്ഷയും ജി സുധാകരൻ ഉണ്ടായിരുന്നു. കാരണം
പാർട്ടിക്ക് ജയസാധ്യത മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴ ജില്ലയിൽ എവിടെ നിർത്തിയാലും മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരാളാണ് ജി സുധാകരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ തോന്നലിൽ അടിസ്ഥാനമില്ല, അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഈ പറഞ്ഞ പോലെ അവസാനത്തെ അങ്ങേയറ്റത്തെ ഒരു കാൽവെപ്പായി ജി സുധാകരൻ ഇത് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്ക് ചിലപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാം. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ നിന്ന് ഏറ്റവും അവസാന നിമിഷം പിന്മാറുമെന്ന് നമുക്കറിയില്ല, കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള സാധ്യതകളാണ് കോൺഗ്രസ് CPM ഒക്കെ നോക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് ജി സുധാകരൻ്റെ മത്സരം കോൺഗ്രസിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും CPM-ന് ഒരു തലവേദനയും ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.